കർഷകരിൽ വീണ്ടും ആശങ്ക പരത്തി പടയപ്പ. മഴ പെയ്ത് കാട്ടിൽ തീറ്റ ലഭ്യമായിട്ടും പടയപ്പ കാട്ടിലേക്ക് തിരികെ പോകാത്തതാണ് കർഷകരുടെ ഭീതിക്ക് കാരണം. കുണ്ടള ചെണ്ടുവാര മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചുറ്റിത്തിരികയാണ് കാട്ടുകൊമ്പൻ പടയപ്പ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പ അരുവിക്കാട് മേഖലയിലെത്തി തൊഴിലാളി കുടുംബങ്ങളുടെ വാഴകൃഷി നശിപ്പിച്ചിരുന്നു. തൊഴിലാളി ലയങ്ങൾക്കരികിൽ നിന്നിരുന്ന വാഴകളാണ് നശിപ്പിച്ചത്. മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാത്തതിൽ ആശങ്കയിലാണ് കർഷകർ. മാട്ടുപ്പെട്ടി, കന്നിമല, കല്ലാർ മേഖലകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെ മറയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയിരുന്നു. അതിനുശേഷം വീണ്ടും മൂന്നാറിലേക്ക് തിരികെ എത്തിയ സാഹചര്യത്തിലാണ് ജനങ്ങൾ ആശങ്കയിലായിരിക്കുന്നത്. നേരത്തെ പടയപ്പ തീറ്റ തേടി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥിരമായി എത്തിയിരുന്നു. ഇവിടെ നിന്ന് ആന പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നുന്നതായും വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.